കാട്ടാക്കട എന്ന് പറയുന്ന ഒരു സ്ഥലം അന്താരാഷ്ട്ര തലത്തിൽ വർത്തമാനം പറയിച്ച ഒരു പദ്ധതിയായിരുന്നു ജലസമൃദ്ധി. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ പേരിൽ കാട്ടാക്കട അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നഗരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും കാട്ടാക്കടയിലേക്ക് പലരും താമസം മാറുന്ന സാഹചര്യങ്ങൾ വരെ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിലനിൽക്കുന്നൊരു ചോദ്യം, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ജലസമൃദ്ധി അല്ലാതെ ഉണ്ടോ? ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ വാർഡുകൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഇപ്പോഴും ജലം കിട്ടാതെ ഉണ്ടോ? ഇതാരെങ്കിലും ഈ ചോദ്യം ചോദിക്കണമെന്ന് എത്രയോ കാലമായി വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ വെള്ളം വന്നില്ലെങ്കിൽ, വെള്ളം മുടക്കം വന്നാൽ ഇവിടെ എന്ത് ജലസമൃദ്ധി എന്ന ചോദ്യം വരികയാണ്. രസകരമായ ഒരു കാര്യം, വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ ചിലർ പൈപ്പിൽ വെള്ളം വന്നില്ല എന്ന് പറഞ്ഞ് ഫോണിൽ വിളിച്ചാൽ അവർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, ജലസമൃദ്ധി എന്നല്ലേ പറയുന്നത്, നിങ്ങൾ MLA വിളിക്കൂ. ജലസമൃദ്ധി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലൂടെ വെള്ളം വരുന്നത് ഉറപ്പാക്കുന്ന പദ്ധതിയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്ന നാടാണ് കേരളം. പക്ഷേ കേരളത്തിൻ്റെ ഭൂഗർഭ ജലനിരപ്പ് അപകടകരമായ വിധം താഴ്ന്നു. വളരെ ലളിതമായി പറഞ്ഞാൽ, പണ്ട് 3-4 തൊടി കുഴിച്ചാൽ കിണറ്റിൽ വെള്ളം കാണാമായിരുന്നു. ഇന്ന് 30 തൊടി 32 തൊടി കുഴിച്ചാലും വെള്ളം കിട്ടുന്നില്ല. ഭൂഗർഭ ജലനിരപ്പ് അപകടകരമായ വിധം താഴ്ന്നു. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഡേഞ്ചറസ്ലി ഡിക്രീസിങ്. ഈ ഒരു അവസ്ഥയെ നമുക്ക് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണല്ലോ താങ്കൾ ഇത്തരത്തിലൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? പെയ്യുന്ന മഴവെള്ളത്തെ മണ്ണിനടിയിൽ കരുതിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്തത് സ്കൂളുകൾ, സർക്കാർ ഓഫീസുകൾ, അംഗൻവാടികൾ, കിണറുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഈ കിണർ റീചാർജിങ്, മാനത്ത് പെയ്യുന്ന മഴവെള്ളത്തെ മണ്ണിനടിയിൽ കരുതി വെച്ചു. അത് വിജയിച്ചു. അതുകൊണ്ടെന്നുണ്ടായി, ഭൂഗർഭ ജലനിരപ്പ് ഉയർന്ന തിരുവനന്തപുരം ജില്ലയിലെ ഏക പ്രദേശമായി കാട്ടാക്കട മണ്ഡലം പ്രദേശം മാറി. അത് മാറി. അല്ല, ഇപ്പോഴും ചോദ്യത്തിൻ്റെ ബാക്കി അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പോഴും ഏത് കടുത്ത വേനൽക്കാലത്തും നമ്മൾ ശാസ്ത്രീയമായി ഈ പ്രവർത്തനം നടത്തിയ തോടുകളിൽ നീരൊഴുക്കുണ്ട്. വറ്റിപ്പോയ കിണറുകൾ പലതും വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. പുതുതായി 360 കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നശിച്ചു പോയ കുളങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞു. അതിൽ മത്സ്യകൃഷി ആരംഭിച്ചു. അതുകൊണ്ട് കുളങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. ഈ കാഴ്ചപ്പാട് നമ്മൾ. പക്ഷേ പ്രശ്നം, ഞങ്ങൾ ആഗ്രഹിച്ചിടത്ത് എത്തിയോ എന്ന് ചോദിച്ചാൽ ഇതൊരു നീണ്ട യാത്രയാണ്. കാട്ടാക്കട മണ്ഡലത്തിലെ കിണറുള്ള എല്ലാ വീടുകളും കിണർ റീചാർജ് ചെയ്യാൻ തയ്യാറാവണം. പൊതുജനങ്ങളുടെ കൂടെ പങ്കാളിത്ത ഇത് ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞത് എന്താ? ഇത് മോഡൽ ഓഫ് കൺവർജൻസ്. ഏറ്റവും പ്രായം കുറഞ്ഞ സ്കൂൾ കുട്ടികൾ മുതൽ സീനിയർ സിറ്റിസൺസ്, വയോജനങ്ങൾ വരെ പങ്കാളികളായേക്കാം. അത് വലിയ നേട്ടമാണ്. പക്ഷേ ഇനിയുമുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോഴും അപകടം ബോധ്യപ്പെട്ടില്ല. വേനൽക്കാലത്താണ് വേനലിനെക്കുറിച്ച് ബോധ്യം വരുന്നത്. ഈ വേനൽക്കാലം കഴിയുമ്പോൾ മഴക്കാലമാകുന്നു, വീണ്ടും ഒരു വേനൽക്കാലം വരാൻ പോകുന്നു എന്നും കിണർ വറ്റിപ്പോകുമെന്നും വെള്ളം കിട്ടാതെ വരുന്നതെന്നും അറിയുന്നില്ല. അപ്പോൾ ജനങ്ങൾ കൂടെ പൂർണ്ണമായി സഹകരിച്ചാൽ ഒരു സംശയം വേണ്ട, ജലസമൃദ്ധി എന്ന് പറയുന്നത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവസാനിക്കുന്ന ഒരു പരിപാടിയല്ല. ഇത് ഒരു തുടർ പ്രക്രിയയാണ്. അല്ല, ഈ മഴ നിന്ന സമയത്ത് ആണ് ഈ പ്ലാൻ കൊണ്ടുവരുന്നത്. ആ സമയത്ത് ഈ പ്ലാൻ കൃത്യമായും വർക്കൗട്ടായിരുന്നു. മഴ കഴിഞ്ഞു, ഇത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിന് ശരിവയ്ക്കുന്നുണ്ടോ? ഇല്ല. ഞങ്ങളിത് വേനൽക്കാലത്ത് മാത്രമല്ല, മഴക്കാലത്താണ്. ഞങ്ങൾ പറഞ്ഞൊരു ക്യാപ്ഷൻ എന്തെന്നറിയാമോ? സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പല സ്ഥലങ്ങളിലും വെള്ളം കിട്ടാത്ത അവസ്ഥ വരുമായിരുന്നില്ലല്ലോ എന്നതാണ് ചോദ്യം. എന്ന് പറയുന്നത് ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലൂടെ വെള്ളം കിട്ടാത്ത കാര്യമാണോ ഉദ്ദേശിക്കുന്നത്? അതിന് ഞങ്ങൾ അതിന് ഈ ജലസമൃദ്ധിക്ക് ഉത്തരം നൽകാനാവില്ല. ഏതെങ്കിലും കിണർ വറ്റിപ്പോയി വരണ്ടു പോയ കിണറുകളുണ്ടോ? ഇപ്പോഴും വരണ്ടു പോയ കുളങ്ങളുണ്ടോ? നീരൊഴുക്കില്ലാത്ത തോടുകളുണ്ടോ? ഇതാണ് പ്രശ്നം. ആ പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ രാഷ്ട്രീയമായി തിരഞ്ഞെടുപ്പ് കാലത്ത് ജലസമൃദ്ധി, കാരണം ജലസമൃദ്ധി ഞങ്ങളുടെ പ്രവർത്തകരുടെ ഒരു പ്രധാന പ്രചരണ വിഷയമാണ്. കാരണം ഐക്യരാഷ്ട്രസഭയിൽ ഇത് പ്രശംസിക്കപ്പെട്ടു. ഇൻ്റർനാഷണൽ വാട്ടർ കോൺക്ലേവിൽ ലോകത്തെ 5 മാതൃകകളിൽ ഒന്നായി ഇത് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ പ്രവർത്തകർ ഇതിനെ തിരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റും. അതുകൊണ്ടൊന്നുണ്ടായി,
ജലസമൃദ്ധിയെ ആക്രമിക്കണം. വെള്ളം കിട്ടുന്നില്ല. അത് ഇതിപ്പോൾ ലാലരകം പറഞ്ഞ പ്രശ്നമല്ല അവർ ഉന്നയിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ വെള്ളം കിട്ടാതെ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വറ്റിപ്പോയ കുളങ്ങളുണ്ടെന്നോ വറ്റിപ്പോയ കിണറുകളുണ്ടെന്നോ ഭൂഗർഭ ജലനിരപ്പ് താഴ്ന്നു എന്നോ പറയുന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ ഭൂഗർഭ ജലനിരപ്പ് ഉയർന്ന പ്രദേശം കാട്ടാക്കട മണ്ഡലമാണ് എന്ന് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രേഖകളിലുണ്ട്. BJP ഞങ്ങളുടെ രാഷ്ട്രീയമായി അല്ലാതെ എതിർക്കുകയാണ്. 2 തരത്തിലാണ് അവർ പറയുന്നത്. ഒന്ന്, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ജലസമൃദ്ധി നടപ്പാക്കിയത് എന്ന് പറയുന്നവർ തന്നെ പറയുന്നു ജലസമൃദ്ധി പരാജയപ്പെട്ടു എന്ന്. ഛത്തീസ്ഗഡിലെ BJP MLAയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഇവിടെ വന്നു. അത് പരിശോധിക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി വന്നു. എൻ്റെ കയ്യിൽ അതിൻ്റെ ഞാൻ ലാലിനെ അയച്ചു തരാം. അവിടുത്തെ പത്രമാധ്യമങ്ങളിൽ ഇവരവിടെ ചെന്നതിന് ശേഷം വലിയ വാർത്തയായിരുന്നു, അവരുടെ ഭാഷയിൽ തന്നെ. അവർ ഞങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട്, ഇതൊരു ലോകമാതൃകയാണ്. അപ്പോൾ രാഷ്ട്രീയമായി ഞങ്ങൾ എതിർക്കുന്നു. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം ഞങ്ങൾ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ ഉപയോഗിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പണം അനുവദിക്കുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് എന്തുകൊണ്ട് ഇവിടെ ഇത് ഉപയോഗിച്ചു, BJP സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല? അങ്ങനെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇത് ഉപയോഗിച്ചതുകൊണ്ട് അത്രയും തൊഴിൽ ദിനങ്ങൾ കിട്ടി, അത്രയും തൊഴിൽ മണിക്കൂറുകൾ കിട്ടി, അവർക്ക് വേതനം കിട്ടി. അപ്പോൾ ഒരാശയം നടപ്പാക്കാൻ എന്തുകൊണ്ട് തയ്യാറായില്ല എന്നുള്ളതാണ്. പിന്നെ ജലസമൃദ്ധി ഒരു പദ്ധതി തുടങ്ങി തറക്കല്ലിട്ട് പിന്നെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി അവസാനം കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് പോലെ ഉദ്ഘാടനം ചെയ്യാനോ അവസാനിപ്പിക്കാനോ പറ്റുന്ന ഒരു പദ്ധതിയല്ല. അതൊരു തുടർ പ്രക്രിയയാണ്. എല്ലാ തലമുറകളും എല്ലാ മനുഷ്യരും ഏറ്റെടുക്കേണ്ട ഒരു പദ്ധതിയാണ് ജലസമൃദ്ധി. അതുകൊണ്ട് ജലസമൃദ്ധി പദ്ധതി ഒരിക്കലും പരാജയപ്പെട്ട പദ്ധതിയല്ല, അതൊരു തുടരേണ്ട ഒരു ആശയമാണ്.